അപ്പോൾ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. അപ്പോൾ ഇന്ന് വിഷു ദിവസമാണ്. വിഷു ദിവസം രാവിലെ നമ്മൾ എഴുന്നേറ്റിട്ടുണ്ട്. ഞാനും കുഞ്ഞാവ മാത്രമേ എഴുന്നേറ്റിട്ടുള്ളൂ. മിഴിക്കൂട്ടം നല്ല ഉറക്കമാണ്. അപ്പോൾ നമ്മളുടെ വിഷു ഡേ എങ്ങനെയാണ് എന്നുള്ളൊരു കുഞ്ഞു വ്ളോഗാണ് ഇന്നത്തേത്. ഹായ്, ഹാപ്പി വിഷു എവ്രി വൺ. അപ്പോൾ ഇത് ഞങ്ങളുടെ കുഞ്ഞു വിഷു സെലിബ്രേഷൻ്റെ വീഡിയോ ആണ്. പക്ഷെ നിങ്ങളിത് കാണുന്നത് ഒരു ദിവസം വൈകിട്ടായിരിക്കും, അതായത് നാളെ ആയിരിക്കും കാണാൻ പോകുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ വിഷു കണി. ഇവിടെ ഒരുപാട് പരിമിതികളുണ്ട്. പരിമിതികളുടെ ഉള്ളിൽ നിന്ന് നമ്മൾ ചെയ്ത കുഞ്ഞു വിഷുക്കണിയൊക്കെ ആയിപ്പോൾ നിങ്ങൾ കണ്ടത്. അപ്പം ഇന്നലെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങളതൊന്ന് ഓടിപ്പോയി കണ്ടിട്ട് വാ. എന്നിട്ട് നമുക്ക് ഇന്നത്തെ കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ നമ്മളുടെ പായസം റെഡി ആയിട്ടുണ്ട്. ഇത് ആക്ച്വലി ഞാൻ തലേ ദിവസം തന്നെ റെഡിയാക്കി വെക്കും, കാരണം നാളെ രാവിലെ ഏട്ടനെ ഓഫീസിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. ഞാൻ ഈ ഒരു പരുവത്തിൽ നിർത്തിയതാണ്, കാരണം ഇനിയിപ്പം അങ്ങോട്ട് ഇരിക്കുമ്പോൾ കുറച്ച് സമയം കൂടെ കുറുകുമല്ലോ, അതുകൊണ്ട് ഈ സമയത്ത് ഞാൻ നിർത്തി. അപ്പോൾ നമ്മുടെ പായസം റെഡിയായി. പിന്നെ അടുത്ത പ്രോഗ്രാം എന്ന് പറയുന്നത് നാളത്തേക്കുള്ള തോരനുള്ളത് അരിഞ്ഞു വെച്ചിരിക്കുക. ഇത് നമ്മൾ കോവയ്ക്ക തോരനാണ് നാളത്തേക്ക് റെഡിയാക്കുന്നത്. അപ്പോൾ അത് റെഡിയായി. ഇനി നമുക്കുള്ള പരിപാടി മോര് കാച്ചണം. അപ്പോൾ നമ്മൾ മോരുകറി റെഡിയായി. അപ്പോൾ ഏകദേശം പരിപാടികളൊക്കെ ആയി. ഇനിയുള്ള മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ കണി റെഡിയാക്കണം. ഇനി അതിൻ്റെ പരിപാടികളിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്കത് കാണാം. അപ്പോൾ ഞങ്ങൾ ആദ്യത്തെ പരിപാടി തൊട്ട് തുടങ്ങുകയാണ്. എനിക്കൊരു ഹെൽപ്പറുണ്ട്. സത്യം പറഞ്ഞാൽ ഹെൽപ്പറെ കൊണ്ട് ഭയങ്കര ശല്യമാണ്. പക്ഷേ ഹെൽപ്പറും കൂടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫോട്ടോ എടുത്ത് വെച്ചപ്പോൾ തന്നെ ഇവിടെ ഭയങ്കര പ്രാർത്ഥനയാണ് കേട്ടോ. പിന്നെ നമ്മൾ ഓരോരോ കാര്യങ്ങളായിട്ട് കൊണ്ടുവെക്കുകയാണ്. നമുക്കിങ്ങനെ ലുലുവിൽ കണിക്കൊന്ന പൂവ് വാങ്ങാൻ കിട്ടും. ഇതുപോലെ ഒരു ചെറിയ പാക്കറ്റിലാണ് കിട്ടുന്നത്. നാട്ടിലൊക്കെ എന്തേലും പൂവ് വെച്ചാൽ നമ്മൾ കണിയൊക്കെ റെഡിയാക്കുന്നത്. പക്ഷേ ഇവിടെ നമ്മളുടെ കയ്യിൽ ഇതേ ഉള്ളൂ. ഇത്രയൊക്കെ വെച്ചിട്ടേ നമുക്ക് ചെയ്യാനുള്ളൂ. അപ്പോൾ സത്യം പറഞ്ഞാൽ മിഴിക്കുട്ടൻ ഓർമ്മ വെച്ചിട്ട് അവൾ ആദ്യമായിട്ടാണ് കണിക്കൊന്നയൊക്കെ കാണുന്നതും ഒരു കണി റെഡിയാക്കുന്നതൊക്കെ ആദ്യമായിട്ടാണ്. അപ്പോൾ പുള്ളിക്കാരത്തെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് എൻ്റെ കൂടെ കൂടിയേക്കാണ്. അതുകൊണ്ടാണ് പിന്നെ ഞാൻ പോയിരുന്നൊന്നും പറയാതെ എൻ്റെ കൂടെ തന്നെ കൂട്ടി എല്ലാം ചെയ്യാമെന്ന് ഓർത്തത്. പക്ഷേ സൈഡിൽ നിന്ന് നല്ല വികൃതിയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അവസാനം ഞാൻ പറഞ്ഞു വിടുന്നു, ഞാൻ വഴക്ക് പറയുന്നു ഒക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ വെക്കുന്ന സാധനങ്ങളെല്ലാം പുള്ളിക്കാരത്തി എടുത്തുകൊണ്ട് പോവാം. അതുകൊണ്ടാണ് ഞാൻ വഴക്ക് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി നിർത്തുന്ന ഇടയ്ക്ക്. ഞങ്ങൾ ഈ കണി റെഡിയാക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ രാത്രി 1 മണിയായി. അപ്പോൾ അവൾ ഈ കണിയൊക്കെ റെഡിയാക്കാനായിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഇത്രയും സമയം നോക്കിയിരുന്നതുകൊണ്ടാണ് ഞാൻ പിന്നെ കൂടെ കൂട്ടിയത്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ചെറിയ ആളെ മൻഹാറിനെ നോക്കിക്കൊണ്ടാണ് പരിപാടിയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ കുഞ്ഞി കണി റെഡിയായി. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള ആർട്ട് വർക്കെല്ലാം മിഴിക്കുട്ടൻ്റെയാണ്. ഇപ്പോഴും അവിടെ ആർട്ട് വർക്ക് നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഹാപ്പി വിഷു. ഇനി നമുക്ക് നാളെ കാണാം. അപ്പോൾ ഇന്നലെ കുറച്ച് കുക്കിംഗ് ഒക്കെ കഴിഞ്ഞു. കുറച്ചെന്ന് പറഞ്ഞാൽ വളരെ കുറച്ച്. ആരും ഇല്ല ഇവിടെ. അപ്പം ഹസ്ബൻഡാണെങ്കിലും ഡ്യൂട്ടിക്ക് പോകും, ഞാനും പിള്ളേരും മാത്രമേ ഉള്ളൂ. അതുപോലെ എൻ്റെ 2 ഫ്രണ്ട്സും അവരുടെ കുട്ടികളും കൂടി ഞങ്ങളുടെ ഒരു ചെറിയ പാർട്ടി അറേഞ്ച് ചെയ്തേക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുക്കിംഗ് ഒക്കെയാണ്. ഇന്നലെ കുറച്ച് കഴിഞ്ഞു. അപ്പോൾ ഇനി കുറച്ച് കാര്യങ്ങളുണ്ട്. ഇന്നിപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞാൽ 1-2 ഐറ്റം കൂടി കുക്ക് ചെയ്യുക. അതിനുശേഷം നമ്മളൊരു 12:30 അറൗണ്ടാണ് നമ്മൾ പാർട്ടി അല്ല, ജസ്റ്റ് ഒരു ഹാങ് ഔട്ട് പോലെ പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോവാം. അപ്പോൾ ഇനി ഞാൻ എൻ്റെ കുക്കിംഗ് പ്രോസസ്സിലേക്ക് കടക്കട്ടെ കേട്ടോ. ഞങ്ങൾ കിടന്ന സമയം തന്നെ ഏകദേശം ഒരു 1:30 അത് കാരണം ഞങ്ങൾ ലേറ്റായി എഴുന്നേറ്റപ്പോൾ. ഒരു 9:30. ഞങ്ങൾ രാവിലെ എണീറ്റ് 5 മണിക്ക് എഴുന്നേറ്റ് കണിയൊക്കെ കണ്ടിട്ട് വീണ്ടും കിടന്നുറങ്ങി. എന്നിട്ട് ഇപ്പോൾ എഴുന്നേറ്റ സമയം 9 മണിയാണ്. ബ്രേക്ക്ഫാസ്റ്റും ജസ്റ്റ് ഇങ്ങനെ നമ്മൾ ഗോതമ്പും തേങ്ങായും ഒക്കെ ഇട്ട് ജസ്റ്റ് ഒരു അട പോലെ ഉണ്ടാക്കിയെടുക്കുക ചെയ്യുന്നത്. എന്നിട്ട് വേണം നമുക്ക് ബാക്കി പരിപാടികളിലേക്കൊക്കെ പോവാൻ. അപ്പോൾ ഞങ്ങൾ ഒരാളുടെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഞങ്ങൾക്ക് എല്ലാവർക്കും ഫ്രഷാണ്. പക്ഷേ അതിന് മുന്നേ എനിക്ക് കിച്ചണിൽ കുറച്ച് പ്രോഗ്രാം ഉണ്ട്, അതൊക്കെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പം ഇനി ഇദ്ദേഹത്തിനെ കുളിപ്പിച്ചിട്ട് ഓർക്കാൻ പോവാണ്. അപ്പം കിച്ചണിലെ പരിപാടികൾ നടക്കുകയാണ്. തോരനാക്കിക്കൊണ്ടിരിക്കുവാണ്. ഇനി ചെയ്യാനുള്ളത് മോര് കാച്ചി തോരൻ റെഡിയാവുന്നു. പിന്നെ വെണ്ടയ്ക്ക കിച്ചടി വെക്കണം, ചോറ് വെക്കണം. ഇത്രയും പ്രോഗ്രാമേ ഉള്ളൂ. അപ്പം ഞാൻ വേഗം ഒന്ന് തീർക്കട്ടെ. തേങ്ങയൊക്കെ നമുക്ക് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്താൽ കിട്ടുന്നത്, അതുകൊണ്ട് അതൊക്കെ ഒരു എളുപ്പമുണ്ട്. നമുക്ക് ജസ്റ്റ് ഇതിനകത്ത് നിന്ന് എടുത്ത് നമ്മുടെ കറിയിലേക്ക് ഇട്ടാൽ മാത്രം മതി.
അപ്പോൾ ഇതാ നമ്മുടെ വെണ്ടയ്ക്ക കിച്ചടി ലാസ്റ്റ് ഭാഗം തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇതൊന്ന് കൂട്ടി യോജിപ്പിക്കുക. അപ്പോൾ നമ്മുടെ എല്ലാ പ്രോഗ്രാമും കഴിഞ്ഞു. ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഒന്ന് ഫ്രഷ് ആകുക. ഇപ്പോൾ സമയം 11 o'clock, 11 മണിയായി. ഇവിടെ ഞങ്ങളുടെ ഹാങ് ഔട്ട് എന്ന് പറയാൻ പറ്റില്ലല്ലോ, ഇപ്പം നമുക്ക് പുറത്ത് പോകാൻ പറ്റില്ല. നമ്മുടെ ഒരു ഗെറ്റ് ടുഗദർ പോലെ വെച്ചേക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ 12 o'clock ആണ്. അപ്പം ഇനി ഓടിപ്പോയിട്ടൊന്ന് ഫ്രഷ് ആവുക. മിഴിക്കുട്ടനെ ഫ്രഷ് ആക്കണം. കുഞ്ഞിനെ ഓൾറെഡി അവൻ കുളിച്ചതാണ്. അപ്പോൾ അതാണ് അവൻ്റെ പ്രശ്നമില്ല. കുളിച്ചിട്ട് കിടന്ന് ഉറങ്ങുകയാണ്. അപ്പോൾ അവൻ എഴുന്നേറ്റ് വരുമ്പോൾ ഡ്രസ്സ് ചെയ്ത് കൊണ്ടുപോയാൽ മതി. ഞങ്ങൾ അതിനു മുന്നേ ചെറിയൊരു ഫോട്ടോ സെഷനൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴാണ് നമ്മൾ നാട് വിട്ട് നിൽക്കുമ്പോൾ, നമ്മുടെ വീട് വിട്ട് നിൽക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ആഘോഷിക്കുന്ന അങ്ങനെ ഒരു ഫീലൊക്കെ തോന്നുന്നത്. ഇതുപോലെ കുറച്ച് നമ്മൾ എൻഗേജ്ഡ് ആയിട്ട് എന്തെങ്കിലും കുറച്ച് കാര്യങ്ങൾ ചെയ്യും, കുറച്ച് ആളുകളെ കാണുമ്പോഴൊക്കെയാണ് നമുക്കൊരു സന്തോഷം കിട്ടുന്നത്. അല്ലെങ്കിൽ നമ്മൾ വെറുതെ മുറിക്കാതിരിക്കുന്നു. പണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കൊറോണയൊക്കെ വരാത്ത സമയത്ത്, ഇല്ലായിരുന്ന സമയത്ത് നമ്മൾ പുറത്ത് പോകും, എന്തെങ്കിലും ഷോപ്പിങ്ങിന് പോകും, അങ്ങനെ ഒരു എൻഗേജ്മെന്റ്, ഒരു സന്തോഷം ഉണ്ടായിരുന്നു. ഇപ്പം അതും ഇല്ല, നമുക്ക് വീട്ടിൽ തന്നെ ഇരിക്കുകയാണ്. അപ്പം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാമെന്ന് ഞങ്ങൾ ചിന്തിച്ച് ഞങ്ങളുടെ ഒരു ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ട് ചെറിയൊരു പാർട്ടി പോലെ വെച്ചാണ്. അപ്പം ഇനി ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ ഓടിപ്പോയിട്ടൊന്ന് ഫ്രഷ് ആവുകയാണ്. ഫ്രഷായിട്ട് വീട്ടുനെ റെഡിയാക്കി ഞങ്ങൾ വേഗം ഞങ്ങളുടെ പാർട്ടിക്ക് പോകട്ടെ. അപ്പം ഇനി പാർട്ടിക്ക് ചെന്നിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാവേ. അപ്പോൾ ദേ ഞങ്ങളുടെ പാർട്ടി ഹാളിൽ വന്നിട്ടുണ്ട്. എല്ലാവരും അലമ്പാണ്, എല്ലാ കുഞ്ഞുങ്ങളും അലമ്പാണ്. അത് കാരണം എല്ലാവരും ബിസിയാണ്. കുഞ്ഞൊരു സദ്യ, വളരെ ചെറിയൊരു സദ്യ എന്ന് തന്നെ പറയാൻ പറ്റില്ല. എല്ലാ ഐറ്റംസും ഒന്നുമില്ല. ഞങ്ങളെ കൊണ്ട് ആകുന്ന പോലെ എല്ലാവർക്കും കുഞ്ഞു മക്കളാണ് ഉള്ളത്. അപ്പം അവരെയൊക്കെ വെച്ചിട്ട് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന പോലെ ഞങ്ങളൊരു അപ്പോൾ ഞങ്ങളുടെ വിഷു ആഘോഷം ഇതുപോലെയൊക്കെ ആയിരുന്നു. കുറച്ച് അലമ്പൊക്കെ ആയതുകൊണ്ടാണ് കംപ്ലീറ്റ് ആയിട്ട് കാണിക്കുകയായിരുന്നത്. അപ്പോൾ ഞങ്ങളുടെ വിഷു ഇക്കൊല്ലത്തെ 2021 വിഷു അങ്ങനെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് വീണ്ടും വേറൊരു വീഡിയോ ഉടനെ തന്നെ കാണാം. ചിൽഡ്രൻ ടേക്ക് കെയർ, ബൈ.